നമ്മുടെ റിസോർട്ടിൻ്റെ പണിയിലാണ്. അതിൻ്റെ നേതൃത്വം അതിൻ്റെ കോർഡിനേറ്റർമാരാണ് നമ്മുടെ കമാലിക്ക ഫ്രം പേശനൂർ, മനോജ് ഭായ് ഫ്രം കുമ്പടി. രണ്ടുപേരുടെയും നേതൃത്വത്തിലാണ് നമ്മുടെ ഈ ഒരു റിസോർട്ടിൻ്റെ വർക്ക് നടക്കുന്നത്. എത്ര ദിവസം കൊണ്ട് നമ്മുടെ റിസോർട്ടിൻ്റെ പണി നടക്കും? ഏകദേശം അരമണിക്കൂറിനുള്ളിൽ. അരമണിക്കൂർ പോരാ, എന്നിരുന്നാലും ശരി, എന്തായാലും നാളേക്ക് ഇവിടെ റിസോർട്ട് റെഡി ആയിരിക്കും അല്ലേ? നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഏത് ഏരിയയിൽ എങ്ങനെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? ഈ മുഴുവൻ ഏരിയ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അല്ല, ഞങ്ങളിപ്പോൾ പ്രൈവറ്റ് ഏരിയയിൽ അല്ല ഞങ്ങൾ ചെയ്യുന്നത്, സംയുക്തമായിട്ട് 2 ഏരിയ എടുത്തിട്ടുണ്ട്. അതെ. ഒരു വിവാദം വരുമ്പോൾ 2 ടീം വരണം. അപ്പോൾ ഞങ്ങളുടെ സ്ഥലമാവും. അപ്പോൾ നമ്മൾ ഈ 2 ഭാഗത്തുനിന്നും 2 ഭാഗത്ത്, ഒന്ന് പ്രൈവറ്റ് ഏരിയയും ഒന്ന് സ്കൂൾ ഏരിയ. പ്രൈവറ്റ് ഏരിയക്കാർ വരുമ്പോൾ സ്കൂൾ ഏരിയക്കാരും അങ്ങോട്ട് ചാടും. സ്കൂൾ ഏരിയക്കാർ വരുമ്പോൾ പ്രൈവറ്റ് ഏരിയക്കാരും വരണം. അപ്പോൾ 2 ഒരു തീരുമാനം ഉണ്ടാക്കി തരണം ഇതിന് അല്ലേ? അതല്ലേ. അപ്പോൾ ഇന്നത്തോട് നിങ്ങൾ വർക്ക് ചെയ്യും? ഇന്ന് ഫിനിഷാക്കും, വർക്ക് ഫിനിഷാക്കും. നാളെയല്ല, തിങ്കളാഴ്ച നമുക്കിവിടെ അടിപൊളിയായിട്ട് റിസോർട്ട് ഇവിടെ റെഡി ആയിരിക്കും അല്ലേ? അപ്പോൾ ഉദ്ദേശിക്കുന്ന ഏരിയ ഇവിടുത്തെ എൻട്രി ഒക്കെ എങ്ങനെയാണ്? ആളുകൾക്ക് ആരൊക്കെയാണ് ഇപ്പോൾ ഇതിൽ? പറഞ്ഞാൽ ആകെ 7 ആൾക്ക്. 7 ആൾക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഡാൻസ് ആടിയവർക്ക് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ഡാൻസിന് ഇല്ലാത്ത മടിയന്മാർക്കൊന്നുമില്ല. ആരെങ്കിലും മൂത്രയിക്കുന്നത് കണ്ടാൽ അവരുടെ ചുക്കാടി എടുത്തിട്ട് ഞങ്ങൾ അരിഞ്ഞിട്ട് നായക്കുട്ടിക്ക് കായികപരമായിട്ടും അതെ കായികപരമായിട്ടും അതിനെ നേരിടും അല്ലേ? അപ്പോൾ സ്ഥിരം വരുന്ന കുറച്ച് ആളുകളൊക്കെ ഉണ്ടല്ലോ ഈ താഴത്തേക്ക്. അപ്പോൾ അവരൊക്കെ എന്താ ചെയ്യപ്പോ? പോവാനുള്ളൊരു ചെറിയൊരു വഴിയിട്ട് കൊടുക്കും. അത് അതിക്രമിച്ചിട്ട് അത് നാശാക്കിട്ടൊക്കെ പോയാൽ അതിനെ ഔദ്യോഗികമായിട്ട് ഞങ്ങള് ഇന്ത്യൻ പീനൽ കോർട്ടില്, ഹൈക്കോടതിയില് നമ്മൾ കേസ് കൊടുക്കും. കേസ് കൊടുത്തിട്ട് അതിനൊരു വിധി തീരുന്നത് വരെ ഞങ്ങൾ കേസ് നടത്തല്ലേ? അവർക്ക് പറഞ്ഞ ചെറിയൊരു വഴി നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ? ചെറിയ വഴി തന്നെ അതല്ലേ? ഈ പോസ്റ്റിന്റെ പുറത്തുനിന്നുള്ള ആ ഗ്യാപ്പ് ഇട്ട് കൊടുക്കും. ഇങ്ങനെ കടന്നിട്ട് ഇങ്ങനെ ചാടി പോവാ. ഇതിലിരിക്കാനോ അല്ലെങ്കിൽ ഇതിലെന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ടാവാനൊന്നും യാതൊരു പെർമിഷനും ഇല്ല. CC ക്യാമറ ഉണ്ടാവും. അതെ, മൊത്തം ക്യാമറ ഫിറ്റ് ചെയ്യല്ലേ? പിന്നെ ഞങ്ങൾ നല്ല 2 നായനെ വളർത്തുന്നുണ്ട് ഇവിടെ. ഭക്ഷണം കൊടുക്കുന്ന 2 നായക്കളുണ്ട്. ഞങ്ങളിവിടെ ഇവിടെ കെട്ടും. അതിക്രമിച്ച് കടന്നു കഴിഞ്ഞാൽ നായക്കൾ കടിച്ചിട്ട് കേസ് കൊടുത്താലൊന്നും ഞങ്ങൾ അറിയില്ല അല്ലേ? തെമ്മാടി നായല്ല, തെരുവ് നായല്ല. അപ്പൊ എന്തായാലും ഇതിനകത്ത് ഇപ്പോ നിങ്ങളെ അനുമതി ഇല്ലാതെ കയറാൻ കഴിയില്ല. 7 പേർക്ക് അനുമതി ഉണ്ട്. 7 പേർക്കുണ്ട്. ആ 7 പേര് ഇവിടെ ഐഡിയൽ സ്കൂളിൽ 2025 കൊളാബഡയിൽ ഡാൻസ് ആടിയവർക്ക് മാത്രം. അവർക്ക് ഇവിടെ പ്രാക്ടീസും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. വെള്ളം, മറ്റുള്ള കാര്യങ്ങൾ, സംവിധാനങ്ങളും അവരെ കഴിവിനനുസരിച്ച് അവരെന്ത് ചെയ്തു. നമുക്ക് ഭക്ഷണം കഴിക്കാനും വെള്ളം ഭക്ഷണത്തിന് വേസ്റ്റ് ഒന്നും ഇവിടെ ഇടാൻ പാടില്ല. ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ വേസ്റ്റ് ഇവിടെ കണ്ടാല് കുടിവെള്ളത്തിനുള്ള സംവിധാനമൊക്കെ ഇവിടെ ചെയ്യും. കുടിവെള്ളത്തിനുള്ള സംവിധാനമൊക്കെ ചെയ്യും ഇവിടെ ഒക്കെ ചെയ്യും അല്ലേ? പൈപ്പൊക്കെ വെക്കാനാണ് ഞങ്ങൾ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ, അതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്ലേ? ലക്ഷ്യം. പക്ഷെ മുൻകൂട്ടിട്ട് നിങ്ങളെ സ്കൂളിൽ വരുന്ന പാരന്റ്സ് ഒക്കെ ഇത് കണ്ടിട്ട് അവർ ഞെട്ടണം. ഇത്രയും കലാപര വിധത്തിലുള്ള ഡ്രൈവേഴ്സ് ആണോ ഇവിടെ ഉള്ളത് അവരെന്നെ വിലയിരുത്തണം. ആയിക്കോട്ടെ, ഓക്കെ, താങ്ക് യു. ഇപ്പൊ തന്നെ 60 വെച്ചെടുക്കണ്ടേ?